ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പറേഷൻ ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലഞ്ചിന് നമ്മൾ എങ്ങനെയൊക്കെയാണ് ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ലഞ്ചിന് സംഭവം നമ്മളെന്ന് വെച്ചാൽ ലഞ്ച് നമുക്ക് എന്താ പറയുക, ചോറൊക്കെ കഴിച്ച് നല്ല രീതിയിലുള്ള ഡയറ്റാണ്. പട്ടിണി കിടന്നിട്ടൊന്നും ഡയറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ഈ ഡയറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചിലരുണ്ട് ഇപ്പോൾ ഉള്ളു പട്ടിണി കിടന്നിട്ട് ആകെ ക്ഷീണിച്ച് ഇതാവും. നമുക്കൊരു ക്ഷീണവും കാര്യങ്ങളൊന്നുമില്ല, നല്ല രീതിയിൽ സെറ്റായിട്ട് തന്നെയാണ് നമ്മളെ വർക്കൗട്ടും കാര്യങ്ങളും നടന്നത്. അപ്പോൾ ഭക്ഷണം കഴിക്കാത്തതിൻ്റെ ആ ഒരു ക്ഷീണമൊന്നും നമുക്ക് വരുന്നില്ല. ഫുഡ് കഴിച്ചുകൊണ്ട് തന്നെ നമ്മൾ തടി കുറയ്ക്കൽ പരിപാടിയാണ്, ഫാറ്റ് കട്ടിങ് ആണ്. അപ്പോൾ നമുക്ക് ലഞ്ച് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മീനെടുക്കാം, നമുക്ക് കറിയായിട്ട് കഴിക്കാം, ഓയിലില്ലാതെ കറിയായിട്ട് കഴിക്കാം, ഓയിലില്ലാതെ ഫ്രൈ ചെയ്യാം, ഓയിലില്ലാതെ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും കുക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ചില ദിവസങ്ങളിൽ എന്ത് ചെയ്യും, ചിക്കൻ ബോയിൽ ചെയ്ത് കഴിക്കും. അപ്പോൾ അത് 2 ദിവസം കഴിയുമ്പോഴേക്കും നമുക്കൊരു ചെറിയ മടുപ്പ് വരും. അപ്പോൾ ആ മടുപ്പ് വരുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യും, നല്ല ഫ്രൈ മസാലകളൊക്കെ ചേർത്തിട്ട്, കുറച്ച് മസാല ഇട്ടു, കൂടുതലൊന്നുമില്ല, കുക്കുംബർ അതൊക്കെ സാലഡായിട്ട് അങ്ങനെ സൈഡിലുണ്ട്. പിന്നെ പക്ഷെ പോരാത്തതിന് നമ്മൾ കുറച്ച് മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ചേർത്തിട്ട് കുരുമുളക് പൊടിയൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യും. ഫ്രൈ ഫ്രൈ പാനിലിട്ടിട്ടാണ് നല്ല തിക്കുള്ള ഒരു അടപ്പൊക്കെ വെച്ചിട്ട് അതിൻ്റെ ആവിയിൽ അത് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറ്റി കൊണ്ടുവരാം ഫുഡും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ മീനും ഫ്രൈ ചെയ്യും, അതേപോലെ തന്നെ നമ്മുടെ ചിക്കനും ഫ്രൈ ചെയ്യും. അപ്പോൾ നമുക്ക് വലിയൊരു എന്താ പറയുക, ഇതിനോടൊരു മടുപ്പ് വരുന്നില്ല. നമുക്ക് എല്ലാ ഫുഡും കഴിക്കാൻ പറ്റും. ചിക്കൻ കഴിക്കാം, മീൻ കഴിക്കാം, മീൻ കറി കഴിക്കാം, ചിക്കൻ കറി കഴിക്കാം, ചിക്കൻ ഫ്രൈ കഴിക്കാം. പക്ഷേ ഓയിൽ തൊടുന്നില്ല എന്നുള്ളതേ ഉള്ളൂ, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ ലഞ്ച് നല്ല അടിപൊളി ലഞ്ചാണ്. ഇപ്പോൾ നമ്മൾ പ്രിപ്പറേഷൻ ചെയ്യുന്നത് നമ്മുടെ ഇതാണ്, എന്താ പറയുക, ചിക്കൻ ഒരു ഫുൾ ചെസ്റ്റ് പീസ് വെച്ചിട്ട് നമ്മൾ ഫ്രൈ പാനിൽ വെച്ചിട്ട് ചെയ്യണതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ അത് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല നമ്മളെ മനസ്സ് സന്തോഷമാവും. പിന്നെ ലഞ്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് പ്രീ വർക്കൗട്ട് മീലാണ്, അത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മുടെ ലഞ്ചിന് വേണ്ടി നമ്മൾ പ്രിപ്പറേഷൻ ചെയ്തത് ചിക്കനാണ്. ചിക്കൻ നല്ല അടിപൊളിയായിട്ട് ഫുൾ മസാലയൊക്കെ ചേർത്തിട്ട് ഫുൾ ചെസ്റ്റ് ഉണ്ട്. അത് ഫ്രൈ പാനിലിട്ടിട്ട് ഉള്ളിയും കറിവേപ്പിലൊക്കെ മുകളിലിട്ട് നല്ല തിക്കുള്ള അടപ്പ് വെച്ചിട്ട് അതിൻ്റെ അടച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് വെന്ത് കിട്ടും. ഏകദേശം നമുക്കൊരു അൽഫാമ കഴിക്കുന്ന ടേസ്റ്റ് ടൈം കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ ലഞ്ച് വരുന്നത്. റൈസ് ഉണ്ട്, കുക്കുംബർ ഉണ്ട്, പൈനാപ്പിൾ ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്, ചിക്കൻ ഉണ്ട്. ഇതിലെ കൂടെ നമുക്ക് ഓയിലില്ലാതെ മീൻ കറിയോ ചിക്കൻ കറിയോ എന്ത് വേണമെങ്കിലും കൂട്ടി കഴിക്കാം.